ചേച്ചി അന്ന് എടുത്തു പറഞ്ഞ ശാരദ ചേച്ചി. ഇന്ന് ശാരദ ചേച്ചിക്ക് ഇത് എന്റെ വകയായിട്ട് ഒരു നോമ്പ് പറഞ്ഞത് കൊടുക്കുകയാണ്. കഴിക്കൂ ശാരദ ചേച്ചി, കഴിക്കൂ. പല്ലില്ലാത്തോട് ശാരദ ചേച്ചി വേണം. ശാരദയ്ക്ക് ഇതാ. ഓക്കേ. അപ്പം എന്നെ എടുത്തു പറഞ്ഞ ശാരദ ചേച്ചി. അപ്പൊ എന്റെ നാടാണ്, ഞാൻ പഠിച്ച സ്കൂളാണിത്. എന്താ പറയുന്നു? എങ്ങനെ നോമ്പ് പറയുന്നത് കണ്ട എങ്ങനെ നോമ്പ് തുറക്കല് എങ്ങനെ എടുക്കലെന്നത് തിന്നാൻ കഴിയുന്നില്ല. പല്ലില്ലാത്തോണ്ട് പല്ലിലെടുത്ത് തിന്നാൻ കഴിയുന്നില്ല. रोजा का टाइम है, ये रोजा का टाइम पूरा अपने केरला का पूरा आदमी साथ में खाना खाने के लिए आता है, रोजा खोलने के लिए. हिंदू मुस्लिम क्रिश्चियन पूरा आदमी साथ में आएगा, रोजा खोलेगा. ये पूरा जगह से अपना केरला का पूरा जगह से ये वीडियो ऐसा वीडियो तुम लोग को दे सकता है. इसको क्या मालूम है? पूरा आत्मा साथ में बाय बाय ये ഞാനിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പഠിച്ച പുഴാതി സരസ്വതി വിലാസം LP സ്കൂളിലേക്കാണ്. അവിടെ ഇഫ്താർ വീടുണ്ടായിരുന്നു, അതായത് നോമ്പ് തുറ. ആ നോമ്പ് തുറക്ക് എന്നെയും കൂടി ക്ഷണിച്ചിരുന്നു. ഞാനിപ്പം അവിടത്തേക്ക് എത്തിയിരിക്കുന്നത്. ബാക്കി നമുക്ക് കാണാം. ഇപ്പം ഞാനിപ്പം എത്തിയിട്ടുള്ളത് സ്കൂളാണ്, പുഴാതി സരസ്വതി സ്കൂളാണ്. അവിടെ നിന്ന് നോമ്പുറയാണ്. അപ്പം പ്രത്യേക ക്ഷണം ഉണ്ടായിരുന്നു. നമ്മളെ പഴയ മെമ്പറൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ മഹേടിനിടെയുണ്ട്. ഇതെല്ലാം നമ്മളെ അപ്പുറം പഠിച്ചവരൊക്കെ ഒരുപാട് ആൾക്കാരോട് നമ്മളെ കൂടെ പഠിച്ചവരിവിടെ ഉണ്ട്. എനിക്ക് ജസ്റ്റ് ഒന്ന് കയറാം. ഇത് ഓർമ്മകളാണ്, കാരണം ഞാൻ പഠിച്ച സ്കൂളിൽ എൻ്റെ ചെറുപ്പക്കാരൻ ഇവിടെ ഒരുപാട് എന്താ പറയാ പ്രത്യേക ക്ഷണത്തിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതാണ് കാമ്പ്. എന്നപ്പോൾ എൻ്റെ കൂടെ പഠിച്ചതാണ്. ഒരു ക്ലാസ്മേറ്റ് ആയിരുന്നു. വേറെ ജലീൽ. ജലീൽ ഇതിൽ ഞാൻ ക്ലാസ്മേറ്റ് ആണ്. ഇത് നമുക്ക് മുമ്പോട്ട് എടുക്കാം. ഇപ്രാവശ്യം ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. കാരണം തിന്നാൻ തുടങ്ങിയെന്ന് അറിയില്ല. കാരണം നമ്മുടെ സൈന്യാണ്, എൻ്റെ അയൽവാസിയാണ്. അതുപോലെ സരിത, ഇതെല്ലാം എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് ഉള്ളത്. ഇതിന്റെ പേര് മിൻഹ. എങ്ങനെയുണ്ട് നോമ്പൊക്കെ? കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നോ? കഴിഞ്ഞ പ്രാവശ്യം ഇല്ല, ഇപ്രാവശ്യം ആദ്യമായിട്ട് വന്നു അല്ലേ? അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം മാത്രം അടിപൊളി കൂടുതൽ. കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ഇതുണ്ടായിട്ടില്ല. എന്താണ് ഇപ്രാവശ്യം ഒരുപാട് കടികൾ കാണാനുണ്ട്. എന്താണ് നമ്മളെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും എല്ലാവരും കൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഒരു നോമ്പ് തുറ നമ്മളെ സരസ്വതി വിലാസ സ്കൂൾ കുറെ കൂടി മെച്ചപ്പെട്ട് വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇതൊരു ആഘോഷമാക്കി മാറ്റി നമുക്ക് ഇനിയും സ്കൂളുകളിലെ നല്ല പരിപാടികളിൽ നല്ല പങ്കാളിത്തത്തോട് നാട്ടുകാരുടെ പങ്കാളിത്തവും നല്ല ഉറപ്പുവരുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകും. ഒരുപാട് കുട്ടികൾ, അമ്മമാരും കുട്ടികളാണ് പങ്കെടുത്തിട്ടുള്ളത്. അതിന് പുറമെ ഞങ്ങൾ നാട്ടുകാരും കൂടി പങ്കെടുത്തിട്ടുണ്ടല്ലേ? അതെ, നാട്ടുകാരുടെ സഹകരണം നല്ല രീതിയിലുണ്ട് സ്കൂളുമായിട്ട്. എന്താണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ കാണുന്നത്? കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഒരുപാട് കുട്ടികളും അമ്മമാരും നാട്ടുകാരും ഒരുപാട് എത്തിയിട്ടുണ്ടോ? ഇതൊരു ദേശീയ ഉത്സവം പോലെയാണ് നമ്മൾ കൊണ്ടാടുന്നത്. നോമ്പ് തുറ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാഹോദര്യത്തിന്റെ ഭാഗമായി നടത്തുന്നതാണ്. ഈ അപ്പം പുഴാതി നമ്മളെ LP സ്കൂളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കാരണം നോമ്പ് ഞാൻ പഠിച്ച സ്കൂളും കൂടിയാണ്. ഒരുപാട് എൻ്റെ കൂടെ പഠിച്ചവർ ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കുട്ടികളുമായിട്ട് വന്നത്. കാരണം എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ കുട്ടികളായിട്ടാണ് വന്നിട്ടുള്ളത്.
അപ്പം മേശ ബാങ്ക് കൊടുത്ത് നോമ്പ് തുറക്കുകയാണ്. ബാങ്ക് കൊടുത്ത് ആ നോമ്പ് തുറക്കുകയാണ്. എല്ലാവരും തയ്യാറെടുപ്പിലുള്ളത്. എല്ലാവരും നോമ്പ് തുറന്നിരിക്കുകയാണ്. എന്താണ് നോമ്പ്, ഏതാണ് നോമ്പ് എന്ന് അറിഞ്ഞു. ഇപ്പോൾ പല ആൾക്കാർക്ക് ഈ നോമ്പിനെ പറ്റി ഒന്നും അറിയാനില്ലായിരുന്നു. ഇപ്പം നോമ്പിനെ പറ്റി എന്താണ് നോമ്പ്, എങ്ങനെ എടുക്കുന്നത്, എങ്ങനെ ഈ നോമ്പിന്റെ ഇതെന്താണെന്നുള്ളത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ട്. അതും കൂടിയാണ് മതസൗഹാർദ്ദമായിട്ട് നോമ്പ് തുറ. അപ്പൊ ഇന്നത്തെ നോമ്പ് തുറന്ന് പ്രത്യേകത ഞാനിതാ അപ്പോൾ സർസൂദാസ് LP സ്കൂൾ ഞാൻ പഠിച്ച സ്കൂളും കൂടിയാണ്. ഇവിടെ എല്ലാ കൊല്ലവും നോമ്പ് നടത്തുന്നുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തിന് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കാരണം കുട്ടികളും അമ്മമാരും അതേപോലെ നാട്ടുകാരും കൂടി ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട് അറിഞ്ഞത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നമ്മളെ സ്കൂള് ഈ ഗ്രാമത്തിലെ ഒരു സരസ്വതി വിദ്യാലയമാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാവരും നല്ല സഹകരണമാണ് നമ്മളെല്ലാ പരിപാടിക്കും. അപ്പം പിന്നെ ക്രിസ്മസ്, അതുപോലെ തന്നെ ഓണം, പിന്നെ നോമ്പ് തുറ, ഇതെല്ലാം നമ്മൾ വളരെ വിപുലമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ ആളുകളെ ക്ഷണിക്കുന്നുണ്ട്. ഇപ്രാവശ്യം കുറച്ച് കൂടുതലാണ് ആളുകൾ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 3 വർഷമായിട്ടാണ് തുടങ്ങിയിട്ട്, എന്നാലും ഓരോ വർഷവും ഇങ്ങനെ ആളുകൾ കൂടി വരികയാണ്. അത് നമ്മൾ ഈ പ്രദേശത്ത് നമ്മളെ സ്കൂളായിട്ടുള്ള സഹകരണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. കുട്ടികളെ അമ്മമാർ ഉടനെയാണോ അതോ വാങ്ങിയതാണോ? ഇതെല്ലാം അമ്മമാർ ഉടനെയാ അല്ലേ? ഇതെല്ലാം അമ്മമാർ എത്തിച്ചതാണ്. ഇപ്പം നേരത്തെ എത്തിയിരുന്നു. എങ്ങനെ നോമ്പ് പറയാം ഇവിടുത്തെ സമൂഹത്തിന് മാതൃകയായിട്ടുള്ള ഒരു നോമ്പാണ് ഇവിടെ ഉള്ളത്. എല്ലാ മതക്കാരും കൂടി ഒരു കുട്ടികൾക്ക് ഒരു മാതൃകയായിട്ട് ഒരു മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നോമ്പ് തുറയാണ് ഇവിടെ. അത് നമ്മളെല്ലാവരും കൂടി പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്നുള്ള ഉദ്ദേശത്തോടെയാണ് വന്നത്. ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ? ഒരുപാട് ആൾക്കാരുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ ആൾക്കാരുണ്ട് അല്ലേ? കഴിഞ്ഞക്കാട്ടി കൂടുതൽ ഇപ്രാവശ്യം ആൾക്കാരുണ്ട്. ഇപ്രാവശ്യം ചെറിയ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ നോമ്പിനെ പറ്റി. ഇപ്പാണ് ഞങ്ങൾ അറിയുന്നത്. കാരണം നോമ്പ് ഇങ്ങനെയാണ്. കാരണം ഇത്ര മണിക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, പിന്നെ ഇത്ര മണിക്കാണ് ഇന്ന സമയത്താണ് ഞങ്ങൾ ഇഫ്താർ കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതിനെപ്പറ്റി ഒരു വിശദീകരണമായി എല്ലാവരും അറിഞ്ഞു അല്ലേ? എല്ലാവരും സമൂഹത്തിലെല്ലാവരും ഒരു എല്ലാ മതക്കാരും നോമ്പിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. അതുകൊണ്ട് തന്നെ ഈ സൗഹാർദ്ദപരമായ ഈ നോമ്പ് തുറ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്ന ഉദ്ദേശത്തോടെയാണ്. നോമ്പ് പിടിച്ചോ? ഇപ്പൊ എന്താ ചെയ്തേ? എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? ഫുഡ്. അപ്പൊ നോമ്പിന് അറിയില്ലേ? നോമ്പ് മുറിക്കുന്ന ടൈമാണെന്ന് അറിയില്ലേ? അല്ലേ? അപ്പൊ നോമ്പ് കുറിച്ചു. ഒരു പാട്ട് പാടിയട്ടെ, ചെറിയൊരു പാട്ട്. ചേച്ചി ഇവിടെ അടുത്ത് തന്നെയാണോ? സ്കൂളിന്റെ അവിടെ തന്നെയാണോ? അങ്ങനെ നോമ്പ് കുറിക്കാൻ വന്നതല്ലേ അല്ലേ? ഈ നോമ്പിനെ പറ്റി ഇപ്പാണ് ചേച്ചിക്ക് അറിയുന്നത്. നോമ്പ് ഇങ്ങനെയാണ്. നമ്മളെ കുട്ടികളെ ഇവിടെ ചേർക്കാൻ വേണ്ടി വന്നേരാ ഇങ്ങനെ അറിയുന്നത്. നിങ്ങൾ അറിയുന്ന ഈ നോമ്പ് ഇങ്ങനെ ഒരു നോമ്പ് പറയുന്നുണ്ട്, ഇഫ്താർ ഇതുണ്ട്. അപ്പം എന്താണ് നോമ്പ്, ഏതാണ് നോമ്പ് എന്ന് അറിയപ്പെട്ടല്ലേ? മുമ്പ് എങ്ങനെ അറിയായിരുന്നു നോമ്പിനെ പറ്റിയിട്ട്? ഇല്ല, ഇപ്പാണ് അറിഞ്ഞത് അല്ലേ? അപ്പൊ ഇവിടുത്തെ അച്ഛമാണ് പിന്നെ ശോഭ ടീച്ചർ. അപ്പൊ ശോഭ ടീച്ചറോട് ചോദിച്ചേക്കാം, ഇത്ര കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്നില്ല, എന്താണ് ഇപ്രാവശ്യം ഇത്ര ആൾക്കാർ കൂടുതൽ വരാൻ വേണ്ടി കാരണം? നമ്മുടെ വിദ്യാലയം കൂടുതൽ സജീവമാകുന്നതിന്റെ ഓരോ വർഷം കഴിയും തോറും ഓരോ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ വിദ്യാലയം സമൂഹത്തില് കൂടുതൽ അറിയപ്പെടാനും
തുടങ്ങുന്നത് കുട്ടികളും അമ്മമാരും അതേപോലെ തന്നെ കുട്ടികളും ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ നോമ്പുകൾക്ക് എത്തിപ്പെട്ടു അതെ അതെ അല്ലേ ഞങ്ങളെ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ടീച്ചർ ശ്യാമൾ ടീച്ചറാണിത്